ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി കൂളംസ് ലോ വരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്ക് പെർമിറ്റിവിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പെർമിറ്റിവിറ്റി. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചാർജിനെ അസ്യൂം ചെയ്യാം. ചാർജ് Q1 ആൻഡ് ചാർജ് Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R പ്ലേസ്ഡ് ഇൻ എനി മീഡിയം. ഏതെങ്കിലും ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്തിട്ടുള്ള രണ്ട് ചാർജസ്. അവർക്കിടയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് കൂളംസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മൾ ആ എഴുതിയിരിക്കുന്ന Q1 Q2 by R² അല്ലേ, അതിലെ K നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 1/4πε0. ε0 വരുന്നത് നമ്മൾ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രീ സ്പേസിലാണെങ്കിലാണ്, അല്ലെങ്കിൽ നമ്മളതിനെ എപ്സിലോൺ പറയൂ. ഈ സീറോ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു മീഡിയത്തിലൂടെയാണ്. ഏത് മീഡിയം? ഈ ചാർജ് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയം. അപ്പോൾ നമ്മൾ രണ്ട് ചാർജസ് എയറിലാണ് പ്ലേസ് ചെയ്തതെങ്കിൽ അവർക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എയറിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. വാട്ടറിലാണെങ്കിൽ വാട്ടറിലൂടെ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീഡിയത്തിനെ ഇനാബിൾ ആക്കുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം വിച്ച് ഡിറ്റർമൈൻസ് ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ് ഇൻ ദ മീഡിയം. രണ്ട് ചാർജുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മീഡിയത്തിനെ ഇനാബിൾ ആക്കുന്ന പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി. ഇനി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെങ്കിൽ നമ്മൾ ε0 എന്ന് പറയും. പെർമിറ്റിവിറ്റി വെറുതെ പെർമിറ്റിവിറ്റി ആണ് പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം, അത് നമ്മൾ എപ്സിലോൺ എന്ന് പറയും. അപ്പോൾ രണ്ട് ടേമാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ജനറലി പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ആവാം. ε0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സ്പെസിഫിക്കലി ഫോർ ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. 8.85 × 10⁻12 ആയിരുന്നു അതിൻ്റെ വാല്യൂ. പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ടേമിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിന് വേറൊരു ടേം ഉണ്ട്, അത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചാർജിനെ വീണ്ടും കൺസിഡർ ചെയ്യുന്നു. ആൻഡ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് Q1 Q2 സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് R. ആ സമയത്ത് നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 Q1 Q2 by R² ആണ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ ചാർജിനെ മറ്റൊരു മീഡിയത്തിൽ പ്ലേസ് ചെയ്യുന്നു. മറ്റൊരു മീഡിയത്തിൽ എന്ന് വെച്ചാൽ അസ്യൂം ഇറ്റ് ഈസ് വാട്ടറിലോ മറ്റെന്തെങ്കിലും ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്തു. M ഫോർ എനി മീഡിയം. സോ നമുക്ക് ഫോഴ്സ് ഇൻ എനി മീഡിയം, വാട്ടറോ എനി മീഡിയം, ഫ്രീ സ്പേസ് അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു മീഡിയം. അപ്പോൾ ഇക്വേഷൻ എന്താവും? 1/4πε0 ഉണ്ടാവില്ല, എപ്സിലോൺ Q1 Q2 by R². നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തായിരിക്കും വരിക? F/Fm ഈസ് ഈക്വൽ ടു ε/ε0. ഓക്കെ, ഈ ε/ε0ക്ക് നമ്മൾ പറയുന്നതാണ് എപ്സിലോൺ R. ഈ റേഷ്യോക്ക് നമ്മൾ പറയുന്ന പേരാണ് എപ്സിലോൺ R. നമുക്ക് അങ്ങനെ ഡിനോട്ട് ചെയ്യാം ആ റേഷ്യോനെ, എപ്സിലോൺ R. അതാണെന്ത്? ഈ R ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ ε/ε0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ R. എപ്സിലോൺ R എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ടേം ഉണ്ട്, അതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം with respect to the permittivity of free space. ഓക്കെ, അപ്പം ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം.
ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് യൂണിറ്റ് വെക്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഓർമ്മ വേണം. നിങ്ങൾ 11th അത് പഠിച്ചിട്ടുണ്ട്. അസ്യൂം വെക്റ്റർ എ. ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ എ ഈസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതായത് യൂണിറ്റ് വെക്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ വെക്റ്ററിനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കിനി പോർഷനിലേക്ക് വരാം. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. നിങ്ങൾ 2 ചാർജിനെ കൺസിഡർ ചെയ്യാം. ചാർജ് Q1 ആൻഡ് ചാർജ് Q2. ഓക്കെ, രണ്ടുപേരും പോസിറ്റീവ് ആയിക്കോട്ടെ. ആ രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റിപ്പൾസീവാണ്. എന്ന് വെച്ചാൽ Q1നെ Q2 എന്ത് ചെയ്യും? ദൂരത്തേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ? ആ ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു ദ സെക്കൻഡ് ചാർജ്. അതായത് Q1 എന്ന് പറയുന്ന ചാർജിനെ Q2 റിപ്പൽ ചെയ്യുന്നു, എന്നിട്ട് ദൂരത്തേക്ക് എന്ത് ചെയ്യുന്നു? ദൂരത്തേക്കാക്കി മാറ്റുന്നു. അപ്പോൾ ആ ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് Q2 എന്നാണ്. Q2 ആണ് Q1 റിപ്പൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് Q1 ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലേ? ഇനി അതേപോലെ തന്നെ Q2നെ Q1 റിപ്പൽ ചെയ്യുന്നുണ്ട്. Q2നെ Q1 റിപ്പൽ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് നമുക്ക് F21 എന്ന് വിളിക്കാം, അല്ലേ? F21 ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ഫസ്റ്റ് ചാർജ് ആണ് സെക്കൻഡ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ F21 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് നിന്നാണ്. അത് ഓർത്ത് വെക്കുക, അതിൽ പ്രധാനപ്പെട്ടതാണ്. F21 സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്ന് 2ലേക്കാണ്. ഓക്കെ, കാരണം ഈ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് Q1 ആണ് Q2നെ റിപ്പൽ ചെയ്യുന്നത്. അതേപോലെ F12 ഈ ഫസ്റ്റ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നത് സെക്കൻഡ് ചാർജാണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്ന് 1ലേക്കാണ്. ഓക്കെ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് R ഡിസ്റ്റൻസ്. അതേപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നിർബന്ധമായിട്ടും ഓർമ്മ വേണം. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരേ സമയം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പം നമ്മൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഇപ്പം x ഇസ് ഈക്വൽ ടു 2i ക്യാപ്പ് എന്ന് വെച്ചാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് 2 ഭാഗം ഉണ്ടാവുക. ഒന്നാമത്തെ ഭാഗം മാഗ്നിറ്റ്യൂഡ്, രണ്ടാമത്തെ ഭാഗം ഒരു യൂണിറ്റ് വെക്റ്ററും. അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ഭാഗമായിരിക്കും. ഒരു മാഗ്നിറ്റ്യൂഡ് പാർട്ടും ഒരു യൂണിറ്റ് വെക്റ്റർ ഭാഗവും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അത് ആ കൺസെപ്റ്റ് കൂടി നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഫോഴ്സ് അല്ലേ ഉള്ളത്? ഒന്ന് F12 എന്ന് പറയുന്ന ഫോഴ്സും ഒന്ന് F21 എന്ന് പറയുന്ന ഫോഴ്സും. ഓക്കെ, ഇത് രണ്ടും വെക്റ്ററാണെന്ന് അറിയാലോ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അല്ലേ? അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് പാർട്ട് വേണ്ടേ? മാഗ്നിറ്റ്യൂഡ് പാർട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് കൂളംസ് ലോ ഉണ്ട്. കൂളംസ് ലോ എന്താണ്? ഇക്വേഷൻ K Q1 Q2 by R സ്ക്വയർ. ഇനി എന്താ വേണ്ടത്? യൂണിറ്റ് വെക്റ്റർ അല്ലേ? യൂണിറ്റ് വെക്റ്റർ എന്തായിരിക്കും? നമുക്ക് യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് R ആണ്, അല്ലേ? ഓക്കെ, അതാണ് യൂണിറ്റ് വെക്റ്റർ. ഡയറക്ഷൻ കാണിക്കുന്ന ആളാണ് യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ R വെക്റ്റർ, R ആണ് ഡയറക്ഷൻ കാണിക്കുന്ന ആളല്ലേ? ഇനി F12 എവിടുന്ന് അങ്ങോട്ടാണ്? 2 to 1. അപ്പോൾ 2 to 1 എന്ന് കൊടുക്കുക. അതാണ് ഡയറക്ഷൻ. ആ ഫോഴ്സ് ആക്ട് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ R21 ആണ്. ഇനി അതേപോലെയാണ് F21. എങ്ങനെയാ? K Q1 Q2 by R സ്ക്വയർ. ഇനി F21 ആക്ട് ചെയ്ത് എവിടുന്ന് അങ്ങോട്ടാണ്? 1 to 2. ഇവിടെ എന്താ? ഡിസ്റ്റൻസ് ആണ്. സോ R യൂണിറ്റ് വെക്റ്റർ 1 to 2. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. വളരെ സിമ്പിളാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് കൂടി എഴുതാം. F is equal to or F12 is equal to K Q1 Q2 by R സ്ക്വയർ. യൂണിറ്റ് വെക്റ്റർ R21 ഞാൻ ഓൾറെഡി ഈ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു. യൂണിറ്റ് വെക്റ്റർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒറിജിനൽ വെക്റ്റർ റൈറ്റ് ബൈ മോഡുലസ് എഴുതിക്കൂടെ? അതേപോലെ അപ്പുറത്തും എഴുതാം. F21 is equal to K Q1 Q2 by R സ്ക്വയർ ഇൻറ്റു R12 യൂണിറ്റ് വെക്റ്റർ അല്ലേ? ആ
അതിനെങ്ങനെ എഴുതാം? R12 വെക്റ്റർ ബൈ മോഡുലസ്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? K Q1 Q2 ബൈ R³ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം എന്താ, രണ്ടുപേരും മാഗ്നിറ്റ്യൂഡാണ്. R21 വെക്റ്റർ. അതേപോലെ ഈ സൈഡിൽ F21 ഇസ് ഈക്വൽ ടു K Q1 Q2 ബൈ R³ R12 വെക്റ്റർ. അപ്പോൾ ഇതാണ് വെക്റ്റർ ഫോം. ഒന്നാമത്തത് F12ൻ്റെ വെക്റ്റർ ഫോമും രണ്ടാമത്തത് F21ൻ്റെ വെക്റ്റർ ഫോമും. ഓക്കെ, ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, വെൻ മൾട്ടിപ്പിൾ ചാർജസ് ആർ ഇൻറ്ററാക്ടിംഗ്, the total force on a given charge is vector sum of forces exerted on it by all other charges. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് മൾട്ടിപ്പിൾ ചാർജ് വരയ്ക്കാം. അതായത് ഒരുപാട് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം. ഞാൻ തൽക്കാലം ഈസിനെസ്സിന് വേണ്ടിയിട്ട് 4 ചാർജസ് എടുക്കുന്നു. അപ്പോൾ ഈ 4 ചാർജസും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ Q എന്ന് പറയുന്ന ഒരു ചാർജ്, Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, Q2 Q3. അപ്പോൾ ഇപ്പോൾ Q1ൻ്റെ മോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, Q1 Q2ൻ്റെ മോൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം Q എന്ന് പറയുന്ന ഒരു ചാർജിനെ മാത്രം സ്പെഷ്യലി കൺസിഡർ ചെയ്യാം. അപ്പോൾ Qൻ്റെ മോൾ ആർക്കൊക്കെ ഫോഴ്സ് ഉണ്ട്? Q1ന് ഫോഴ്സ് ഉണ്ട്, Q2ന് ഫോഴ്സ് ഉണ്ട്, Q3ന് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ Q1ന് Qൻ്റെ മുകളിലുള്ള ഫോഴ്സിനെ നമുക്ക് തൽക്കാലം F1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് F2 എന്ന് വിളിക്കാം, ഇത് നമുക്ക് F3 എന്ന് വിളിക്കാം. Q1ഉം Qയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് R1, ഇതിന് R2, ഇതിന് R3. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് ടോട്ടൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ Q എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിവിജ്വൽ ഫോഴ്സിനെ വെക്ടോറിക്കലി ആഡ് ചെയ്യണം. F1 പ്ലസ് F2 പ്ലസ് F3 വെക്ടോറിക്കലി ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾജിബ്രിക്കലി ആഡിങ് പോസിബിൾ അല്ല. വെക്ടോറിക്കലി ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ വെക്ടറിൻ്റെ മറ്റ് റൂൾസും യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലിപ്പം F1 ഇൻ്റെ വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മാഗ്നിറ്റ്യൂഡും വേണം, യൂണിറ്റ് വെക്ടറും വേണം. മാഗ്നിറ്റ്യൂഡ് എന്താണ്? K Q1 Q അല്ലേ? Q1ഉം Qയും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ K Q1 Q ബൈ R1 സ്ക്വയർ. ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് R1 ആണ്, R1 സ്ക്വയർ ആൻഡ് യൂണിറ്റ് വെക്ടർ R1. സിമിലർലി F2 എന്ത് വരും? K Q2 Q ബൈ R2 സ്ക്വയർ R2 ക്യാപ്. അങ്ങനെ F3 നമുക്ക് അതുപോലെ എഴുതാൻ പറ്റും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് സാധാരണഗതിയിൽ അങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷേ എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലും ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അറിയണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനപ്പുറത്തേക്ക് ഇത് നിങ്ങളിങ്ങനെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിങ്ങനെ ഒരു തവണ എഴുതി നോക്കുക, അത് മനസ്സിൽ വെക്കുക, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതെന്താ പറയുക, ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോർഷനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. വൈ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 2 പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യുന്നു, +Q ആൻഡ് +Q. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോഴ്സ്. ഈ കേസിൽ റിപ്പൾസീവ് ഫോഴ്സ്, അത് ആക്ട് ചെയ്യുന്നത് അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ ആണെന്നാണ് അല്ലേ? ഇപ്പോൾ റിപ്പൾസീവ് ആയതുകൊണ്ട് ഇങ്ങോട്ടും, ഈ കേസിൽ ഇങ്ങോട്ടും. അതായത് ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തെ ചാർജിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും അല്ലേ? Q1 എന്ന് പറഞ്ഞാൽ +Q, Q2 എന്ന് പറഞ്ഞാൽ +Q, രണ്ടും +Q ആയിക്കോട്ടെ. അപ്പോൾ രണ്ടുപേരും റിപ്പൽ ചെയ്യും. നോക്കുക, നിങ്ങളിപ്പോൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 ഫോഴ്സും സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോലെയാണ്. ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോലെയാണ് ഈ ഫോഴ്സ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സെൻട്രൽ ഫോഴ്സ്. ഇനി സെൻട്രൽ നിന്ന് പുറത്തേക്ക്, സെൻട്രൽ നിന്ന് റിപ്പൽ ചെയ്യുന്ന പോലെ. ഓക്കെ,
ഇനി നിങ്ങളൊരു പ്ലസ് ക്യൂയും മൈനസ് ക്യൂയും അസ്യൂം ചെയ്യാം. ഇപ്പം അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും അല്ലേ, കാരണം അൺലൈക്ക് ചാർജസ് അല്ലേ. ഇനി നമുക്കറിയാം ഇവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ലൈൻ ആയിരിക്കും, രണ്ട് ചാർജിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ. നോക്കുക, ഇത് അട്രാക്ഷനാണ്. പ്ലസ് ക്യൂനെ മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യും, മൈനസ് ക്യൂനെ പ്ലസ് ക്യൂ അട്രാക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ദിസ് ഇസ് ടുവേർഡ്സ് ദി സെൻറ്റർ. അപ്പോൾ ഒരു കേസിൽ സെൻറ്ററിലേക്കും രണ്ടാമത്തെ കേസിൽ സെൻട്രലിൽ നിന്നും ഫോഴ്സ് വരുന്നതും പോകുന്നതും പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കതിനെന്തായിട്ട് പറയാം, സെൻട്രൽ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ കുറച്ചുകൂടി സിമ്പിളായിട്ടാണ്. The electrostatic force between two charges act along the line joining two charges. So it is a central force. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. Question number 2. Two equal balls having equal positive charge Q coulomb are suspended by two insulating strings of equal length. What would be the effect on the force when a plastic sheet is inserted between the two? എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഈക്വൽ ബോൾസ് റൈറ്റ്. അപ്പം ഒരു ബോൾ ഇവിടെയും മറ്റൊരു ബോൾ ഇവിടെയും സസ്പെൻഡ് ചെയ്തതിന് വെച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും ചാർജ് ക്യൂ ആണ്. ഓക്കെ. അപ്പോൾ ഡെഫിനറ്റായിട്ടും അവർക്കിടയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന നിങ്ങൾക്കറിയാലോ, അത് K(Q1 Q2 by R2) ആണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുന്നു. അപ്പോൾ ആദ്യം മീഡിയം എയർ ആയിരുന്നു, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആയിരുന്നു, പിന്നെ ഇപ്പം പ്ലാസ്റ്റിക് ആയിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, അവർക്കിടയിലുള്ള ഫോഴ്സിൽ ഒരു വ്യത്യാസമുണ്ടാകും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മീഡിയം മാറുമ്പം ഫോഴ്സും മാറും. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഡാറ്റ അറിയണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂ. അത് ഓർത്ത് വെക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഓഫ് പ്ലാസ്റ്റിക് അത് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് വേണം നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. ഓക്കെ. നിങ്ങൾക്കറിയാം നമ്മൾ ആ സെക്ഷൻ പഠിച്ച സമയത്ത് ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു, F/Fm ഈസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. സോ Fm, ഇവിടെ മീഡിയം എന്താണ്, പ്ലാസ്റ്റിക് ആണ്. സോ പ്ലാസ്റ്റിക് എന്ന മീഡിയത്തിലുള്ള സമയത്തുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഫോഴ്സ്, അതായത് ഫ്രീ സ്പേസിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ K. ഇവിടെ K എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. സോ Fm കൂടാണോ കുറയാണോ ചെയ്യുക, നിങ്ങൾ എഫിനെ 1നേക്കാൾ വലിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും Fm നിങ്ങളുടെ കോഷ്യൻ്റ് എന്തായിരിക്കും, ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ ഫോഴ്സ് വെൻ പ്ലാസ്റ്റിക് ഈസ് ഇൻസേർട്ടഡ്, അത് Fm അല്ലേ, ഡിക്രീസസ് ഓർ യു ക്യാൻ സേ ഈസ് ലെസ് ദാൻ വാട്ട്, F. എന്ന് പറഞ്ഞാൽ ആദ്യമുള്ളത് ഫ്രീ സ്പേസ് ഉള്ള സമയത്തുള്ളതാണ്. Fm എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ Fm എന്ന് പറയുന്നത് Fനേക്കാൾ ചെറുതായിരിക്കും. സോ യു ക്യാൻ സേ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഫോഴ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. നമ്മൾ പ്ലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 3. The dielectric constant of water is 80. What is its permittivity? ഇതൊരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. എപ്സിനോൺ R എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലേ, അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എപ്സിനോൺ ബൈ എപ്സിനോൺ 0. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് നോട്ട്സ് നിന്ന് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടുപിടിക്കേണ്ടത് എപ്സിനോൺ ആണ്. എപ്സിനോൺ R വാല്യൂ ഈസ് ഗിവൺ. എപ്സിനോൺ 0 കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ നോട്ട്സിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എപ്സിനോൺ. അപ്പോൾ എപ്സിനോണിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് എപ്സിനോൺ 0 എപ്സിനോൺ R. എപ്സിനോൺ 0ൻ്റെ വാല്യൂ ഓർമ്മ ഉണ്ടാവുമല്ലോ, 8.854 അല്ലെങ്കിൽ 8.85 ഈസ് ഇനഫ് ഇൻറ്റു 10⁻⁻12 ഇൻറ്റു എപ്സിനോൺ ആറിൻ്റെ വാല്യൂ ഈസ് ഗിവൺ 80 ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7.08 ഇൻറ്റു 10⁻⁻10 കൂളംബ് സ്ക്വയർ N⁻⁻1 m⁻⁻2 എന്ന് കിട്ടും. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്.
Question number 4. Compare the nature of electrostatic and gravitational forces. ഇതിൽ നമ്മൾ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്സും നിങ്ങൾക്ക് സ്വന്തം എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ മുന്നേ പറഞ്ഞ പോയിൻറ്റ്സ് ആണ്. ബോത്ത് ദീസ് ഫോഴ്സസ് ആർ സെൻട്രൽ ഫോഴ്സസ്. സെൻട്രൽ ഫോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാവും. സെക്കൻഡ്, ബോത്ത് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. നിങ്ങളിപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് F is equal to K Q1 Q2 by R square. ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ G M1 M2 by R square. അവിടെ നിങ്ങൾക്ക് ഇൻവേഴ്സ് സ്ക്വയർ റിലേഷൻ കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് പോയിന്റും അണ്ടർസ്റ്റുഡ് ആണല്ലോ. പിന്നെ വരുന്നത് തേർഡ് പോയിന്റ്, ബോത്ത് ഓഫ് ദം ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ലോങ് റേഞ്ച് ഫോഴ്സസ്. അപ്പം ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒബ്ജക്റ്റുകൾക്കിടയിലും ആക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോഴ്സാണ്. ഫോർത്ത് പോയിന്റ്, ബോത്ത് ഫോഴ്സ് ആർ കൺസർവേറ്റീവ് ഇൻ നേച്ചർ. ഈ കൺസർവേറ്റീവ് ഇൻ നേച്ചർ എന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് പഠിച്ചതാണ്. അതായത് ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്കില്ലേ, ഫോഴ്സിന് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂല്ലേ, അപ്പോൾ ആ വർക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫോഴ്സിന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് ഒരു ഫോഴ്സ് കാരണം ഒരു വർക്ക് നടക്കുന്നു, ആ വർക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോഴ്സ് എന്തായിരിക്കും? കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം രണ്ടും, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൺസർവേറ്റീവ് ആണ്. അത് കാരണം നടക്കുന്ന വർക്ക് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വർക്കാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സിനെ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഇനി ഡിസിമിലാരിറ്റീസ്. ഫസ്റ്റ് വൺ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മേ ബി അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഇൻ നേച്ചർ. അത് നമുക്കറിയാം അല്ലേ. ലൈക്ക് ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ്, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്റ്റീവ്. പക്ഷേ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ കേസിൽ അവർ ഓൺലി അട്രാക്റ്റീവ് ഫോഴ്സ് ആർ ദർ, അവിടെ റിപ്പൾഷൻ ഇല്ല. ഓക്കെ, ഗ്രാവിറ്റേഷൻ്റെ കേസിൽ അട്രാക്റ്റീവ് മാത്രമേ ഉള്ളൂ, ദർ ഓൾവേസ് അട്രാക്റ്റീവ്. പിന്നെ വരുന്നത് നെക്സ്റ്റ് പോയിന്റ്, ഡിസിമിലാരിറ്റിയുടെ സെക്കൻഡ് പോയിന്റ്, ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഡിപ്പെൻഡ് ഓൺ ദ മെറ്റീരിയൽ മീഡിയം ബിറ്റ്വീൻ ദം. Gravitation force is not affected by the material medium between massive bodies. അതായത് അത് നമുക്ക് ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷനിലെ K നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ 1/4πε0 Q1 Q2 by R square എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഡിപ്പെൻഡൻസി ഉണ്ട് അല്ലേ. ഫ്രീ സ്പേസ് ആണെങ്കിൽ ε0, മറ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ ε. അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ചും ആ ε എന്ന് പറയുന്ന വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ G M1 M2 by R square. ഇതിലൊരു വാല്യൂവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ കോൺസ്റ്റൻ്റ് ആണ്, M1 M2 മാസ് ആണ്, R ഡിസ്റ്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽസിന് ഇടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് അതിനിടയിൽ എന്ത് മീഡിയം വെച്ചാലും മാറാൻ പോകുന്നില്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അങ്ങനെയല്ല. അവസാനത്തെ പോയിന്റ്, അവസാനത്തെ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സസ് ആർ വെരി സ്ട്രോങ് ഇൻ കമ്പാരിസൺ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായ ഫോഴ്സാണ്, വീക്കസ്റ്റ് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫോഴ്സ് അങ്ങനെയല്ല, സ്ട്രോങ്ങസ്റ്റ് ആണ്. ഓക്കെ, സ്ട്രോങ് ഫോഴ്സിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രിക് ഫോഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.